അപ്പോൾ നേരെ നമ്മൾ താമരശ്ശേരി അമ്പായത്തോട്ടിൽ നിന്ന് തുടങ്ങുന്നു. അവിടെ അറവ് മാലിന്യ സംസ്കരണശാല ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുകയാണ്. അതിൽ സമരസമിതി വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുകയാണ്. ഫ്രഷ് കട്ട് അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ സമരസമിതി പറയുന്നത്. ഇന്ന് മുതൽ സമരം പുനരാരംഭിക്കാനും ആലോചന. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചെങ്കിലും ഫ്രഷ് കട്ട് ഇന്ന് തുറക്കില്ല. ഫാക്ടറിയിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി 2-3 ദിവസത്തിനകം ഫാക്ടറി തുറക്കാനാണ് ഫ്രഷ് കട്ട് ഉടമകളുടെ ആലോചന. 4000-ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ ഫ്രഷ് കട്ട് മാലിന്യ കമ്പനി അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതുവരെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ എല്ലാവരുടെയും തീരുമാനം. 74 പഞ്ചായത്തും 6 മുനിസിപ്പാലിറ്റിയിലെയും ഒരു കോർപ്പറേഷനിലെ മുഴുവൻ മാലിന്യം ഈ ഇരുതുള്ളിപ്പയുടെ ഓരത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ കലക്ടർക്ക് മാലിന്യമുക്ത കേരളമാക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടി പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകും. സലാം, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനം ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ? ഇനി പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിലാണോ ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. അതിനപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല എന്ന് കൂടെ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? എങ്ങനെയാണ് സമരസമിതി ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത്? സൈഫോ, ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയതിനു പിന്നാലെ തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള അറിയിപ്പ് സമരസമിതി നേതാക്കളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇന്നലെ ഈ തീരുമാനം പിന്നാലെ തന്നെ ഇനി സമരവുമായി മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ള കാര്യം സമരസമിതി നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തുടർ സമരങ്ങളിലേക്ക് കടക്കാൻ തന്നെയായിരിക്കും തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് വർഷങ്ങളായി തുടങ്ങിയ ഒരു സമരമാണ്. ആ സമരത്തിന്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്കും ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ നാട്ടുകാരും ഈ പ്രദേശവാസികളും അവിടെ രാഷ്ട്രീയ മത ജാതി ഭേദമന്യുള്ള ആളുകളൊക്കെ തന്നെ സംഘടിച്ചുകൊണ്ട് ഈ ഒരു മാലിന്യ പ്രശ്നം അവിടെയുണ്ട്. അടുത്തുള്ള വീടുകളിൽ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ആ രീതിയിൽ അല്ലെങ്കിൽ ശ്വാസതടസ്സമടക്കമുള്ള അസുഖങ്ങൾ ഈ കുട്ടികൾക്കടക്കം വരുന്ന സാഹചര്യം അവിടെയുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സമരം അവർ നേരത്തെ തന്നെ തുടങ്ങി വെച്ചതാണ്. എന്നാൽ അതിനൊടുവിലാണ് തന്നെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിന് പിന്നാലെയാണ് വലിയ ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടൽ, അതുപോലെ തന്നെ ഭരണകൂടം ജില്ലാ ഭരണകൂടം ഇടപെടൽ നടത്തുന്നത്. അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ ചില ഉപാധികൾ വെച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ 25 ടണ്ണായിരുന്നു അവിടെ സംസ്കരിച്ചിരുന്ന മാലിന്യം എന്ന് പറയുന്നത്. അത് 20 ടണ്ണായി കുറയ്ക്കുക. അതോടൊപ്പം തന്നെ വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള പ്രവർത്തനം, ആ സമയങ്ങളിലെ പ്രവർത്തനം നിർത്തിവെക്കുക. കാരണം അത് വലിയ രൂക്ഷമായ മാലിന്യം അല്ലെങ്കിൽ രൂക്ഷമായ ഗന്ധം ആ പ്രദേശത്തുണ്ടാക്കാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ രീതിയിൽ ചില ഉപാധികൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഈ ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഫെസിലിറ്റേഷൻ കമ്മിറ്റിയുടെ തീരുമാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് തുടർന്നും പ്രവർത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ സംഘർഷത്തിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ, അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ അവിടെ തീർക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുക. ഏതായാലും പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുന്നത് നാട്ടുകാർക്ക് വലിയ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാതെ തുടർ സമരങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും സമാന രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ സമാധാനപരമായ സമരങ്ങളിലേക്കും സമരമാർഗങ്ങളിലേക്കും കടക്കുമെന്നുള്ളത് തന്നെയാണ് സമര നേതാക്കൾ ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സമരം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ ഈ സംഘർഷത്തിന് പിന്നാലെ പോലീസിന്റെ നടപടിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടായത്. പോലീസ് അർദ്ധരാത്രിയിൽ പോലും വീട്ടിലെത്തി ആളുകളെ പിടിച്ചുകൊണ്ട്, ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ പോലും പിടിച്ചുകൊണ്ടുവന്ന സ്ഥിതിയിലേക്ക് പോലീസിന്റെ നടപടി കടക്കുന്നു. ആ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉള്ള ഇത്തരം സമീപനങ്ങൾ നിർത്തിവെക്കാൻ കൂടി ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ സമരങ്ങളുടെ തുടർച്ചയായി നടക്കുന്ന ഈ മീറ്റിങ്ങുകളുടെ ആകെ എന്ന് പറയുന്നത്. ഏതായാലും ശരി സലാം, എന്തായാലും ഫ്രഷ് കട്ട് അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. അതിന്